Good afternoon, everyone. I'm Jasmine, coordinator of Indiewood Talent Club. So today we have our CEO and our mentor, Sir Sohan Roy sir, with us for sharing his insights on the topic soft skill management. So it's my pleasure to welcome you, sir. Welcome, sir. We can start. Hi, good evening. Today also most of the students are Malayalis or Yes, sir. Most of the students are Malayalis. okay. So first of all, congratulations to the winners of this checklist. Who are the winners? Anyone attending? Yeah, winners are attending, sir. It's Yeah, Amatya, okay. Chitrangada, Yeah. Shivan. Yeah. Yeah. Good. Congrats. Okay. Someone can you summarize what we did last month? Yes, sir. This is Amartya. Yeah. So last time we discussed what a curriculum is, what a course was, and we discussed how we could create our own course with all the essential skills that are Yeah. needed only, no unnecessary skills or subjects that won't be necessary to help us in our future to design our career in the future. Okay. Good. So today's our subject is soft skill. Anyone knows what is the difference between soft skill and a normal skill? You can say okay, hard skill, whatever it is. What is soft skill? Can you just explain? Someone, anyone got idea? No one? Is it a easy skill? ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു ദാറ്റ് സ്കിൽ യു ആർ ഗെറ്റിംഗ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ കോഴ്സ് ഓക്കെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഈസ് യുവർ സ്കിൽ ബട്ട് സോഫ്റ്റ് സ്കിൽ ഈസ് സംതിങ് എൻഹാൻസ് യുവർ പെർഫോമൻസ് ടു എ ഡിഫറെൻറ്റ് ലെവൽ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഡ്രൈവറെ ഹയർ ചെയ്യുകയാണ്, നിങ്ങളുടെ ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഒരാളെ ഹയർ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ സാധാരണ ഒരുപാട് പേര് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈവേഴ്സ് വരും. സോ എവരി വൺ നോസ് ഹൗ ടു ഡ്രൈവ് എ കാർ. ബട്ട് വൺ ഓഫ് ദി പേഴ്സൺ ഹു കെയിം ഫോർ ദ ഇൻ്റർവ്യൂസ് വട്ട് എവർ ഇറ്റ് ഈസ് ഓർ സമൺ യു ഹയർഡ് ഹിസ് ക്വാളിറ്റീസ് ലൈക്ക് യു ട്രൈഡ് സോ മെനി ഡ്രൈവേഴ്സ്, അതിൽ ഒരാളെ നിങ്ങൾ ട്രൈ ചെയ്തപ്പം the way he talk, his communication skill is superb. Okay, ആരെയും ഇമ്പ്രസ് ചെയ്യുന്ന the way of talking is different. ഹീസ് വെരി പ്രൊയാക്റ്റീവ്. ഇങ്ങനെ സൈലൻ്റ് ആയിട്ടൊന്നും ഇരിക്കത്തില്ല. നമ്മുടെ അടുത്ത് തന്നെ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്, ഭയങ്കര ഡൈനാമിക് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ആൻഡ് ഹിസ് ഡ്രസ്സിങ് സെൻസ് ഈസ് അൺബിലീവബിൾ. ഭയങ്കരം സ്റ്റൈലിഷ് ഡ്രസ്സിങ്. ഡ്രസ് കോഡ് കണ്ടാൽ തന്നെ ഒരു ഭയങ്കര ഇംപ്രസ്ഡ് ആക്കുന്ന രീതിയിൽ ആ ഒരു ബോഡി ലാംഗ്വേജ് ഈസ് ഡിഫറെൻറ്റ്, വളരെ പ്രൊഫഷണൽ. ഇപ്പം നമ്മൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാറില്ലേ റിസപ്ഷനിൽ ദ വേ ദേ ആ റിസപ്ഷനിസ്റ്റൊക്കെ ബിഹേവ് ചെയ്യുന്നത്, ദ വേ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് വാങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങളെ റിസീവ് ചെയ്യുന്നതൊക്കെ ഒരു പോളിഷ്ഡ് വേ അല്ലേ. അപ്പോൾ അതുപോലെ ഈ ഡ്രൈവറുടെയും ബോഡി ലാംഗ്വേജ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഓക്കെ, നോട്ട് ഓൺലി ദാറ്റ് ഈസ് എ വെരി ടെക്നോ സാവിയാണ്. അതായത് മൊബൈലിനകത്ത് എന്ത് വേണേലും ഒരു നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി അന്നേരം തന്നെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് ആപ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു സാധനം വാങ്ങണം, പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ പുള്ളിക്ക് അറിയാം. ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനം കണ്ടുപിടിക്കാൻ അറിയാം. പെട്ടെന്ന് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാൽ തന്നെ അതിനകത്ത് എങ്ങനെ അതിനെ കറക്റ്റ് റൂട്ടിൽ, ചില ടൈമിൽ ഗൂഗിൾ മാപ്പ് തന്നെ റൂട്ട് നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകും. അപ്പം അതൊക്കെ കറക്റ്റ് ചെയ്യുന്നത് ഭയങ്കര സ്മാർട്ടാണ് ആൾ. പക്ഷേ ഹീസ് ബേസിക്കലി ഡ്രൈവർ. അപ്പം സാധാരണ ഡ്രൈവറും പുള്ളിയായിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അപ്പോൾ പറയുമ്പം പുള്ളി രണ്ടുപേർക്കും ഡ്രൈവിംഗ് അറിയാം. ബട്ട് ദിസ് മാൻ കംപ്ലീറ്റ്ലി എ ഡിഫറെൻറ്റ് പോളിഷ്ഡ് പേഴ്സൺ. ഹീ ഈസ് കോൺട്രിബ്യൂട്ടിങ് സോ മെനി അതർ തിങ്സ്. നിങ്ങൾക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അത് റെയിൽവേ ടിക്കറ്റ് ആയിക്കോട്ടെ, ബസ് ടിക്കറ്റ് ആയിക്കോട്ടെ, ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിക്കോട്ടെ, പുള്ളി ഓൾറെഡി തന്നെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റേറ്റ് നോക്കി കണ്ടുപിടിച്ച് തരുന്നു. വളരെ പ്രൊയാക്റ്റീവാണ്. നിങ്ങളുടെ അങ്ങോട്ട് പറയേണ്ട, അതിന് മുമ്പ് തന്നെ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് ഓക്കെ രാവിലെ വന്നാൽ തന്നെ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെ പോകുന്നു, എങ്ങനെ പോകുന്നു, നിങ്ങളുടെ ഒരു ഗൈഡായിട്ട് മാറുകയാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ എവിടെ പോയാലും, ഇപ്പോൾ നിങ്ങളൊരു ടൂറിന് പോവുകയാണ്, ടൂറിന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ആൾ ആ പോകുന്ന സ്ഥലത്തെക്കുറിച്ചെല്ലാം ഹീ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. അതിൻ്റെ പോകുന്ന വഴിക്ക് തന്നെ ഹീ ഈസ് ലൈക്ക് എ ഗൈഡ്. ഹീ ഈസ് ടെല്ലിങ് ദാറ്റ് ഓക്കെ വി ആർ ഗോയിങ് ടു പളനി, ഓക്കെ ദ ഹിസ്റ്ററി ഓഫ് പളനി ഈസ് ലൈക്ക് ദിസ്. ആക്ച്വലി ഹീ ജസ്റ്റ് ഡിഡ് സം 15 minutes ഓഫ് ഗൂഗിളിനകത്തോ ചാറ്റ് GPT അടുത്ത് ചോദിച്ചിട്ട് ഹീ അണ്ടർസ്റ്റുഡ് എവറിത്തിങ് ആൻഡ് ഹീ ഈസ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ആക്ച്വലി. ബട്ട് ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഇഫ് യു ഗെറ്റ് സച്ച് എ ഡ്രൈവർ യു വിൽ നെവർ എവർ പുള്ളിയെ പറഞ്ഞയക്കത്തില്ല. Maybe if he's asking 10% extra salary, you will pay for that one. And you always give a kind of respect to that person. അതുപോലെ തന്നെ യു ഫീൽ പ്രൗഡ് ടു ടേക്ക് ദിസ് മാൻ ടു എനിവെയർ. നിങ്ങളെ ഈ ആളിനെയും കൂട്ടി എവിടെ പോയാലും ഹീ ഈസ് വർക്കിംഗ് ലൈക്ക് എ സെക്രട്ടറി. ദാറ്റ് മീൻസ്
പുള്ളി സാധാരണ ചെയ്യുന്നതിനേക്കാളും സോ മെനി അതർ തിങ്സ് എക്സൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റില്ലേ? മനസ്സിലായില്ലേ? ദീസ് ആർ ദ സോഫ്റ്റ് സ്കിൽ. ആക്ച്വലി സോഫ്റ്റ് സ്കില്ലിനെ മനസ്സിലാക്കേണ്ടതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിളാണിത്. എങ്ങനെ, അതായത് ഒരുപാട് ദർ ആർ സോ മെനി ഫാക്ടേഴ്സ്. അത് നമ്മളൊരു ഡ്യൂ കോഴ്സിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പം നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിങ് എല്ലാവർക്കും ഉള്ള 99% ആൾക്കാർക്കും ദേ ആർ റിയലി ഫിയർ ടു ഹാവ് ഒരു പബ്ലിക് അഡ്രസ് ചെയ്യാനായിട്ട് പേടിയാണ്. ഇപ്പം ഇവിടെ തന്നെ ഇപ്പം വെൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻസ്, സം പീപ്പിൾ ആർ റിലക്റ്റന്റ് ടു കം ഫോർവേഡ് ആൻഡ് ആൻസർ. only 1 or 2 ആർ റെഡി. ചോദിച്ചാൽ ഉടൻ തന്നെ പറയുന്നത്. കാര്യം ദേ ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് ഫിയർ. ഇതുപോലെ തന്നെയാണ് ഈ ചോദിച്ചാൽ ഉടൻ ആൻസർ പറയുന്നവർക്ക്. ഇപ്പോൾ സ്റ്റേജിൽ കയറി വല്ലതും പറയാൻ പറഞ്ഞാലും ദേ ആർ വെരി ഹാപ്പി. ആക്ച്വലി അവരൊരു ഓപ്പർച്യൂണിറ്റി നോക്കി നിൽക്കുകയാണ് കയറി പെർഫോം ചെയ്യാനായിട്ട്. പക്ഷേ ഇത് അതേഴ്സിന് ചെയ്യാൻ പറ്റുന്നതല്ലേ? പറ്റും. പക്ഷേ ദർ ഈസ് നമ്മുടെ ഉള്ളിലിരുന്ന് സമ്മൺ ഈസ് സ്റ്റോപ്പിങ് എസ്. അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, സോ യു നീഡ് ടു ഹാവ് സം കൈൻഡ് ഓഫ് ആ റെസിസ്റ്റൻസിനെ മാറ്റാനായിട്ട് യു നീഡ് ടു പ്രാക്ടീസ് ലിറ്റിൽ ബിറ്റ്. അപ്പോൾ ആദ്യം ഒരു പുഷ് വേണിട്ട് ഓക്കെ, എന്നിട്ട് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ചിലർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സബ്ജക്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലർക്ക് ചില പ്രിപ്പറേഷൻ വേണം, ചില നോട്ട്സുമായിട്ട് പോയിട്ട് നോക്കിയിട്ട് പറയണം. അപ്പം ഇതെല്ലാം നമുക്ക് പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ സോഫ്റ്റ് സ്കില്ല് കുറേ ഉണ്ട്. അപ്പം നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വന്നു കഴിയുമ്പം വെറും സ്കില്ല് വെച്ച് യു ക്യാൻ നെവർ ബി എ സക്സസ്ഫുൾ പേഴ്സൺ ഓർ എ ലീഡർ. ഒരു ലീഡർ ആവാനൊന്നും പറ്റില്ല. യു നീഡ് ദാറ്റ് ഒരു എക്സ്ട്രാ ബോൺ നമുക്ക് വേണമെന്നൊക്കെ പറയുന്ന പോലെ ഒരു എക്സ്ട്രാ ഫീച്ചർ നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ യു വിൽ ഓൾവേസ് ബി ലൈക്ക് ഓക്കെ, ഒരു ജോബ് ചെയ്യാൻ അറിയാം, പക്ഷേ നോ എക്സ്ട്രാ തിങ്സ് യു ക്യാൻ ഡു. ഇപ്പോൾ അതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ സോഫ്റ്റ് സ്കില്ലിനകത്തുള്ള ഒരു കാര്യമാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ല, ഇതിനകത്ത് ഈ കഴിഞ്ഞ 2 monthsനകത്ത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് നടത്തി എത്ര പേരുണ്ട്? അതായത് ഐ ടോൾഡ് യു, നിങ്ങൾ ബർത്ത്ഡേ ഫംഗ്ഷൻസ് നടത്തുക, അങ്ങനെയുള്ള ഇതിനകത്ത് ഒരു സമൺ ക്യാൻ ടെൽ മീ, ഓക്കെ, നിങ്ങൾ നടത്തിയ ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് പറയൂ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അതായത് കുറച്ച് പേരെയൊക്കെ കൂട്ടി ഒരു ടാർഗറ്റ് ഇട്ടുകൊണ്ട് ഓക്കെ, ഒരു ജോബ്, ഒരു പർട്ടിക്കുലർ തിങ്, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്. നിങ്ങളത് കറക്റ്റ് പ്ലാൻ ചെയ്തു, അതിനൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പിൽ? I am Harinandan. I was here. I was in this class from the beginning. Okay. I conducted a project or program related to my sister's birthday. Okay. All our friends were invited. We had a small cake cutting ceremony. We had a small gift receiving ceremony as well. I planned out the entire ceremony for the night, and that's it. Guests were the happiest. Okay. How many guests you planned? I planned for 25 people, but And how many came for the function? 17. 70. That means what is your success rate in bringing the guest? So more than 50%. Not almost 70%, more than 70% you agree. It's a very good result actually. 25 you tried and you could bring 17, right? Okay. Spend had any budget or something for that one? I had budget of 400 dirhams. 400 dirhams. And how much did you spend? Almost all of it. Okay. That means you did not cross the budget, right? Within the budget you finished it, right? Yes. Okay. That is another thing. See, ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റിനകത്ത് ബേസിക് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ദ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കണം. ഓക്കെ. രണ്ടാമത് ക്വാളിറ്റി. ഓക്കെ, ഹൗ വാസ് ദ ഈവൻറ്റ്? വാസ് ഇറ്റ് അപ് ടു യുവർ എക്സ്പെക്ടേഷൻ ഓൺലി ഓർ ബിലോ യുവർ എക്സ്പെക്ടേഷൻ? It was beyond my expectations. Okay, everyone happy with the event, huh? Yes, I think most Yeah, everyone happy with the event means client satisfaction is very, you got messages, right, from your friends, it was a nice gathering or something, you got messages, right? Yes, sir. Yeah, that is client feedback എന്ന് പറയുക അതിന്. നിങ്ങളൊരു ഈവൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ വന്ന ഗസ്റ്റുകളൊക്കെയാണ് ആക്ച്വലി നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഇൻഡസ്ട്രിയിൽ വന്നു കഴിയുമ്പോൾ യു ക്യാൻ സേ ദാറ്റ് അവർ കസ്റ്റമേഴ്സായിട്ട് മാറും. ആ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് വെദർ ദ ഈവൻറ്റ് വാസ് ഗുഡ് ഓർ ബാഡ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഇഫ് ദേ സേ ദാറ്റ് ഈവൻറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഇസ് ഗുഡ്. ഓക്കെ. ആൻഡ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഓൾസോ ഷുഡ് ബി ദർ. യു പ്ലാൻ ചെയ്ത ആ ഒരു ക്വാളിറ്റി വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അപ്പം പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ നമുക്ക് വേണ്ടത് ഒന്ന് ബഡ്ജറ്റ്, ഒന്ന് ക്വാളിറ്റി. It should be to the expectation actually. അപ്പോൾ അത് beyond the expectation ആണെങ്കിൽ it's very good. ഇനി what about the timing? Could you start it on time and finish it on time? So starting was a bit late. Like Okay. The cake. No, that late was because of your fault or their fault? Cake, their fault.
Okay. That means our time management in Agatha, they were not good. You were ready for something, but your clients were not ready for that one, right? Yes. Okay. And what about the finishing the event? Was it on time? Yes, it was. So I did not have a perfect time for finishing it. As it was a Okay. weekend, I thought that Oh, everyone okay. could So stay it was and open. So the yes, closing was open. yes, So sir. it was not an issue for you. Yes, Okay. So basically, your project was a successful project, right? So what is the takeaway from the after the event? What all things? What is your self-assessment? You got some kind of confidence? yes, sir. Yes. First, I Satisfaction. thought that I could not do this all by myself and I needed help. But after this, I understood like I could have done this easily. Okay. Upon next event, you want to make it more colorful, more and better, right? Yes, sir. I'm Yeah. planning on another small event for my parents' anniversary. Yeah, great. So this is called continual improvement. അതായത് when you do something and next time when you want to do it, കുറച്ചുകൂടെ നന്നാക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ that means you are improving yourself. നിങ്ങളുടെ ഗ്രാഫ് മേലേക്കാണ്. ഓക്കെ. സോ ഇത് തന്നെയാണ് എവ്രിവെയർ. അപ്പോൾ ഇതൊക്കെ ദിസ് പ്രോജക്ട് മാനേജ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് യുവർ സോഫ്റ്റ് സ്കിൽ ആക്ച്വലി. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നൗ ഹി ഡിഡ് വൺ പ്രോജക്ട് മാനേജ്മെൻറ്റ്, നൗ നെക്സ്റ്റ് വൺ ഹി ഈസ് ഗോയിങ് ടു ഡു. സോ വാട്ട് വിൽ ഹാപ്പൻ ഈസ് വെൻ ഹി കംസ് ടു ദ ഇൻഡസ്ട്രി, he is confident to do any kind of project. Okay. Event managements, അത് ഇത് എന്ത് കൊടുത്തു കഴിഞ്ഞാലും ദ ബേസിക് പ്രിൻസിപ്പിൾ ഇതിനെല്ലാം സെയിം തന്നെയാണ്. ഇതിനൊരു ബജറ്റ് ഉണ്ടാവും, ഇതിനൊരു ടൈം ഉണ്ടാവും, ഇതിനൊരു ക്വാളിറ്റി ഉണ്ടാവും. ഇതിനകത്ത് ഫോൾസ് നമ്മൾ കഴിഞ്ഞ അവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഓക്കെ, ഇന്ന കാര്യങ്ങൾ മിസ്സായി. ഇപ്പം ഇത് തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിനകത്തുള്ള ഒരു പ്രോബ്ലം വെച്ചാൽ ദേ ഡിഡ് നോട്ട് കം ഓൺ ടൈം. സോ നെക്സ്റ്റ് ടൈം വാട്ട് യു വിൽ ഡു, നിങ്ങൾ ഇപ്പോൾ 7 o'clock പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 6:30 തന്നെ പറയും. ശരിയല്ലേ? So that 30 minutes you can cover in advance. അല്ലെങ്കിൽ നിങ്ങൾ another solution is you make sure that 7 o'clock we have a function or something, you will inform these people, you should not be late. Like that you put some extra effort to bring them on time. Okay. അപ്പം ഇതെന്താ, ഇപ്പം പ്രോജക്ട് മാനേജ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദി ഫീച്ചേഴ്സ്. പക്ഷേ ഇത് മാത്രമല്ല, ഇനി ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ഉണ്ട് ഇതിനകത്ത് തന്നെ. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡ്രൈവർ തന്നെ ഹീ നോസ് ഡ്രൈവിങ്, പക്ഷേ പുള്ളി അങ്ങോട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ടയർ പഞ്ചറായി. ഇറ്റ്സ് എ ക്രൈസിസ്. ഓക്കെ. അപ്പോൾ ആ ക്രൈസിസിൽ നിങ്ങൾ പോകുന്ന സമയത്ത് പുള്ളിക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ പുള്ളിക്ക് പെട്ടെന്ന് തന്നെ ഈ ടയർ മാറ്റി, ഇതിൻ്റെ സ്റ്റെപ്പിന് ഇട്ട് ടയർ മാറ്റി അത് ഫിനിഷ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ, നിങ്ങൾക്ക് അർജൻറ്റായിട്ട് എയർപോർട്ടിലേക്ക് എവിടെയെങ്കിലും പോകേണ്ടതാണ്, അതിന് ടൈമില്ല, യു മേ മിസ് ഇറ്റ്. സോ ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു കോൾ എ ഊബർ ഓർ സം അതർ അറേഞ്ച്മെൻറ്റ് യു നീഡ് ടു മേക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്തിട്ട് അതിൻ്റെ ആപ്പ് ഉപയോഗിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഡ്രൈവർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു, അതിനെ ഹി മാനേജ്ഡ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും ഏത് പ്രോബ്ലത്തിനും ദർ വിൽ ബി എ സൊല്യൂഷൻ. പക്ഷേ അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് പലർക്കും പറ്റുന്നത്. എല്ലാവരും അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കും. വെൻ ദർ ഇസ് എ പ്രോബ്ലം, എല്ലാവരും വിചാരിക്കും ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദ തിങ്. അങ്ങനെയല്ല, ഏത് പ്രോബ്ലം ഉണ്ടെങ്കിലും ചില ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇനി അടുത്തത്, ഇത് ഒരു പ്രോബ്ലം ഉണ്ടായതിന് ശേഷം നിങ്ങൾ നടത്തുന്ന ഒരു കറക്റ്റീവ് ആക്ഷനാണ്, അതിനെ കറക്റ്റ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ നമുക്കിതിനെ പ്രിവെൻറ്റീവ് മെഷർ എന്നുള്ള രീതിയിലും ചെയ്യും. ഇതിനെ നമുക്ക് നേരത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഈ ഡ്രൈവർ ആലോചിക്കുകയാണ്, ഓക്കെ പോകുന്ന വഴിക്ക് ഫോർ സം റീസൺ ഇത് നിൽക്കുകയോ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. സോ ഹി ഈസ് ഓൾറെഡി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് വൺ. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് പ്ലാൻ ബി എന്ന് പറയും. അതായത് ഒന്ന് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഈ പ്ലാൻ ബിയെ കുറിച്ചൊക്കെ ആലോചിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഈ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇറ്റ്സ് ആൻ ആർട്ട് ആക്ച്വലി. ഇത് നിങ്ങൾ ഈ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ലൈഫിൽ എല്ലാത്തിനും നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ പറയണം, ഹി ഓൾവേസ് ഗോട്ട് എ പ്ലാൻ ബി. ഒന്ന് പോയി കഴിഞ്ഞാൽ നോ പ്രോബ്ലം, ഐ ഹാവ് അനദർ തിങ്, ഐ ഓൾറെഡി പ്ലാൻ ഫോർ ദാറ്റ് വൺ. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഹീ ഈസ് എ പ്രോബ്ലം സോൾവർ. ഒരു ക്രൈസിസ് വന്ന് ഹി ഇമ്മീഡിയറ്റ്ലി സോൾവ് ഇറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഡിഫറെൻറ്റ് അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ. ചിലരുണ്ട്, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആ എക്സാമ്പിൾ പറഞ്ഞ ഡ്രൈവറുടെ കാര്യം തന്നെ ആക്കുക. ചില ഡ്രൈവേഴ്സ് ഉണ്ട്, ഒന്നും മിണ്ടത്തില്ല, ഒന്നും സംസാരിക്കത്തില്ല, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും പറയത്തില്ല, ഒന്നും പറയത്തില്ല, വന്ന് സൈലൻ്റായിട്ട് വന്ന് പുള്ളി എടുത്ത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചെയ്യും.
അതേസമയം നല്ല കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡ്രൈവർ ആണെങ്കിൽ വാട്ട് ഹീ കീപ്പ് ഓൺ കമ്മ്യൂണിക്കേറ്റിംഗ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓക്കെ, പോകുന്ന വഴിക്ക് തന്നെ ട്രാഫിക് ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഹീ ക്യാൻ നോർമലി യു ആർ ഗോയിങ് ടു എ പ്രോഗ്രാം, ഒരു സിനിമയ്ക്ക് പോവുകയാണ്, സിനിമ സ്റ്റാർട്ടിങ് അറ്റ് 7 o'clock, നോർമലി യുവർ ഹോം ഈസ് 30 minutes away. അപ്പോൾ നിങ്ങളത് കണക്കാക്കിയിട്ട് 6:20 അല്ല 6:25 ആകുമ്പോൾ നിങ്ങൾ ഇറങ്ങാം, അല്ലേ 6:20. പക്ഷേ ഈ ഡ്രൈവർ ഒരു 6 o'clock ആകുമ്പോൾ നിങ്ങളെ വിളിച്ച് പറയുകയാണ്, ദർ ഇസ് എ ഹ്യൂജ് റോഡ് ബ്ലോക്ക് ഓൺ ദ വേ, ദിസ് 30 minutes you will not reach there, we need to start at least 45 minutes in advance. ഇത് നിങ്ങൾക്ക് 6 o'clock അറിയിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ മേക്ക് സം അറേഞ്ച്മെൻറ്റ് ടു സ്റ്റാർട്ട് ബൈ 6:15 ആൻഡ് യു ക്യാൻ റീച്ച് ബൈ 7 o'clock. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഇതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ളൊരു ഡ്രൈവർ അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ വെറുതെ ഡ്രൈവറുടെ റോളിൽ അവിടെ വന്നിരിക്കുക, നിങ്ങൾ 6:30 വരുമ്പോൾ പുള്ളി വണ്ടി എടുത്ത് പോവുകയാണ്. വാട്ട് വിൽ ഹാപ്പൻ? യു വിൽ മിസ് ദ 15 minutes ഓഫ് ദ മൂവി. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആവാൻ വേണ്ടി ഒരു മൂവിക്ക് പോയാൽ നിങ്ങൾ ആക്ച്വലി മൂവി കഴിയുമ്പം നിങ്ങൾ ഭയങ്കര അൺഹാപ്പി ആയിട്ടായിരിക്കും വരുന്നത്. കാര്യം യു മിസ് ദ ഇനിഷ്യൽ 15 minutes ഓഫ് ദ മൂവി. അതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. കാര്യം ഇനി ആ 15 minutes പോർഷൻ കാണണമെങ്കിൽ നിങ്ങൾ യു നീഡ് ടു അഗെയിൻ ഗോ ബാക്ക് ടു ദ തിയേറ്റർ. അത് ശരിയല്ലല്ലോ. അപ്പം അതാണ് ഈ കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം. ഇതൊക്കെ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗമാണ്. അത് നിങ്ങൾ ഈ സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു പ്രോബ്ലം ആണെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദറ്റ് പേഴ്സൺ വിൽ റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായില്ല? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആക്ച്വലി. നമ്മൾ ചോദിക്കുന്നതിന് ആൻസർ, ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ കയറി ചോദിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നോർമലി യുവർ മദർ ടങ് ഈസ് മലയാളത്തിൽ ചോദിക്കുന്നതിനൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ചില സമയത്ത് നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിൽ ചോദിക്കേണ്ട സ്ഥലങ്ങളുണ്ടാകും. ദ ഇൻസ്ട്രക്ടർ ഈസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ്, മലയാളം അറിയാത്ത ഒരാളെടുത്താകുമ്പോൾ യു നീഡ് ടു ആസ്ക് ഇൻ ഇംഗ്ലീഷ്. പക്ഷെ അവിടെ സം കൈൻഡ് ഓഫ് റിലാക്റ്റൻസി ഉണ്ട് നിങ്ങൾക്ക്. യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ടു ആസ്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണ്? അതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ, യു നീഡ് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് സ്കിൽ. മനസ്സിലായില്ലേ? അപ്പോൾ നിർബന്ധമായിട്ടും ഇൻ്റർനാഷണലി ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആയിക്കഴിഞ്ഞുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് സാധനം ഓക്കെ ഇംപ്രവൈസ്. എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്താണ്? അതിന് വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. യു നീഡ് ടു കീപ്പ് ഓൺ ടോക്കിംഗ് ടു യുവർ ഫ്രണ്ട്സ് ഇൻ ഇംഗ്ലീഷ്. അപ്പം നിങ്ങൾ അതുപോലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കണം. അല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ഫ്രണ്ട്സാണ് എല്ലാവരും എങ്കിൽ യു വിൽ നെവർ ഡെവലപ്പ് ഇറ്റ് ആക്ച്വലി. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നൗ ദർ ആർ സർട്ടൺ ആപ്സ് അവൈലബിൾ. യുവർ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ആ ആപ്പിലുള്ള ക്യാരക്ടറുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് യു ക്യാൻ ഇംപ്രൂവ് ഇറ്റ്. അപ്പം ദർ ഇസ് എ പ്രോബ്ലം, ദർ ഇസ് എ സൊല്യൂഷൻ. നമ്മൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് തരും, ഈ സോഫ്റ്റ് സ്കില്ലിനെ കുറിച്ചുള്ള എഫിസത്തിലെ ഒരു ക്രെഡിറ്റ് ആണ്. അത് യു ഷുഡ് ഗോ ത്രൂ ഇറ്റ്. അപ്പം അതിനകത്തുള്ളതെല്ലാം നിങ്ങൾ 1 by 1 വെച്ചിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് യു നീഡ് ടു കറക്റ്റ്. ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും സോഫ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നിങ്ങൾക്കൊരു പ്ലാനിങ്, നിങ്ങൾക്ക് ടൈം വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ആദ്യം ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100 ഐറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ക്വാളിറ്റീസ്, ക്യാരക്ടർ ഡെഫിഷ്യൻസി തന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തതല്ലേ. നിങ്ങളുടെ ക്യാരക്ടർ ഇംപ്രവൈസ് ചെയ്യാൻ തന്നെ ആ 100 എണ്ണത്തിലെ ഓരോന്ന് ഇംപ്രവൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ചേഞ്ചിങ് യു. നിങ്ങളുടെ ഒരു സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന പോലെയാണ് ഈ ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് മാറ്റുന്നത്. അതിൻ്റെ ഒരു പാർട്ടാണ് ആക്ച്വലി. ഞാൻ പറയാം, പങ്ക്ച്വൽ ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ഡെഫിഷ്യൻസി, അത് എത്ര കൃത്യനിഷ്ഠ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതിന് നിങ്ങൾ പങ്ക്ച്വൽ ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ യു ബിക്കം പങ്ക്ച്വൽ. ഈ ചിലർക്കുണ്ട് ഈ എത്തിക്കറ്റ്സ് എന്ന് പറയുന്ന സാധനം അറിയത്തില്ല. ഇത് ഇൻഡസ്ട്രിയിൽ വന്നു കഴിയുമ്പോൾ വളരെ മോശമാണ്. അവർക്ക് പ്രോപ്പറായിട്ട് ഒരു ഫംഗ്ഷന് പോകുമ്പം ഡ്രസ്സ് ചെയ്യാൻ അറിയത്തില്ല, അവർക്ക് ഷർട്ട് സെലക്ട്, അതിൻ്റെ കളർ കോഡ്സ് സെലക്ട് ചെയ്യാൻ അറിയത്തില്ല. ഓരോ ഫംഗ്ഷനും നമ്മൾ ഓരോ ഡ്രസ് കോഡ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അത് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് കവറോൾസ് നിങ്ങൾ ഇടണം, സേഫ്റ്റി ഷൂ ഇടണം, ഹെൽമെറ്റ് വെക്കണം, സേഫ്റ്റി ഗ്ലാസ് വെയർ ചെയ്യേണ്ട സ്ഥലം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ, ക്ലയൻറ്റ് മീറ്റിങ്ങിന് പോകുമ്പോൾ യു നീഡ് ടു ഹാവ് ഫോർമൽസ് ഇടണം, ഒരു ടൈ കെട്ടണം. ചിലടത്ത് സ്യൂട്ട് ഇട്ട് പോകേണ്ടി വരും ചില ഫംഗ്ഷന്. ചിലടത്ത് കൃത്യമായിട്ടും ക്ലയൻറ്റ് പറയും ഒരു ഫംഗ്ഷന് വരുമ്പോൾ ഓക്കെ ഡ്രസ് കോഡ് ബ്ലാക്ക് ടൈ എന്ന് എഴുതി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഡ്രസ്സ് ചെയ്ത് പോകാനായിട്ട്. അതുപോലെ നിങ്ങൾ സ്യൂട്ടും കോട്ടും ഇട്ടിട്ട് അതിൻ്റെ കൂടെ ചപ്പൽ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ സീനെന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ സ്ലിപ്പർ ഇട്ടുകൊണ്ട് സ്യൂട്ടും കോട്ടും ഇട്ടുള്ള സീനും തരിക. അപ്പം ഒരു സ്യൂട്ടും കോട്ടും ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലെതർ ഷൂ ഇടണം എന്നുള്ളൊരു ബോധം വേണം. അല്ലാതെ അതിൻ്റെ കൂടെ ക്യാൻവാസ് ഷൂ ഇട്ട് പോകാൻ പാടില്ല. ഓരോന്നിനും അതിന് ഇന്ന് ചാറ്റ് GPT എടുത്ത് ചോദിച്ചാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗൈഡൻസ് ഉണ്ട്, അതിൻ്റെ വീഡിയോസ് ഉണ്ട് ഇതിനെല്ലാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പം ഇരുന്ന് കാണണം. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് കാണണമെങ്കിൽ എന്താണ്, സോഫ്റ്റ് സ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആദ്യം ലിസ്റ്റ് ചെയ്യണം.
ലൈഫിൽ ഐ നീഡ് ടു ഇംപ്രവൈസ്. ഓക്കെ, സോഫ്റ്റ് സ്കിൽസ് ഇത്ര ഒരു 100 എണ്ണം എനിക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ്, ഓക്കെ, പ്രൊവൈഡ് മീ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിനിങ് വീഡിയോസ് വരും. ഇത് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. ഇതിന് നിങ്ങൾ സ്കൂളിൽ ഇന്ന് ഉള്ള സിലബസിനകത്ത് ഇത് എങ്ങും ഇല്ല, ആരും പഠിപ്പിച്ചു തരത്തില്ല. നിങ്ങൾക്ക് പിന്നെ പഠിക്കണമെങ്കിൽ വല്ല ഫിനിഷിംഗ് സ്കൂൾസിൽ പോകണം, അങ്ങനെയുള്ള അല്ലെ വല്ല കരിയർ ഡിസൈൻ ആയിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും പോകേണ്ടി വരും. അപ്പോൾ ഇതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, യു ഹാവ് ടു ബി യുവർ ഓൺ ഗൈഡ്. അതിന് ഇന്ന് AI വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. പക്ഷേ അതിന് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? യു നീഡ് ടൈം. ഈ ടൈം എവിടുന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോർമലി ഇൻ യുവർ അക്കാഡമിക്സ് ഹൗ മച്ച് ടൈം യു ആർ സ്പെൻഡിങ് ഫോർ യുവർ അക്കാഡമിക്സ്. ആരെങ്കിലും ഒരാൾ ആൻസർ ചെയ്യണം. ഞാനൊരു ക്ലൂ തരാം എത്ര ടൈം എടുക്കുന്നുള്ളത്. നിങ്ങൾ LKG UKG 2 വർഷം, +2 വരെ അനദർ 12 years, അപ്പോൾ എത്രയായി? 14 years. അത് കഴിഞ്ഞിട്ട് യു മേ ബി ജോയിനിങ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഓക്കെ, മിനിമം ഒരു ഡിഗ്രി എടുക്കണമെങ്കിൽ തന്നെ 4 years യു നീഡ് ടു സ്പെൻഡ്. ദെൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അനദർ 2 years. അപ്പോൾ എത്രയായി? 14 + 6 20 years ആയില്ലേ? അതായത് ഒരു നോർമലി ഓക്കെ ഈവൻ MBBS പോയാലും ഓൾമോസ്റ്റ് 5 years, ഹൗസ് ഏജൻസി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 6 years ആയി. പിന്നെ അതിൻ്റെ PG പോകണമെങ്കിൽ അതിലും കൂടും. ഓക്കെ, 20 years നിങ്ങൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി എടുത്തു എന്നിരിക്കട്ടെ. ഈ 20 years എടുത്തു കഴിയുമ്പോഴത്തേക്ക് ആവറേജ് എത്ര മണിക്കൂർ നിങ്ങൾ ലൈഫിൽ സ്പെൻഡ് ചെയ്യുന്നു? ആർക്കെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്ത് പറയാമോ? 20 years കൊണ്ട് നിങ്ങളുടെ അക്കാഡമിക്സ്, ഈ 20 years നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോളേജിൽ അല്ലെ സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം. എവറി സ്റ്റുഡൻറ്റ് ഈസ് നോർമലി ഓൺ ആൻ ആവറേജ് സ്പെൻഡിങ് 10 hours. വളരെ തമ്പ് റൂളായിട്ട് എടുത്താൽ മതി. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് തൊട്ട് ഉള്ള ട്രാവലിംഗ് ടൈം അടക്കം നിങ്ങൾ കൂട്ടണം. ഒരു ആവറേജ് 10 hours ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നില്ലേ? ഹോംവർക്കിനും നിങ്ങളുടെ പഠിത്തത്തിനും എല്ലാം. അത് വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ ഒന്ന് ആൻസർ ചെയ്യുക. 20 years കൊണ്ട് നിങ്ങൾ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുമെന്ന് പറയൂ? 7,300. ഹൗ മച്ച്? 7,300. അതെങ്ങനെയാണ് കിട്ടുന്നത്? ആദ്യം 365 days വെച്ച് ഇൻറ്റു ചെയ്യും. അത് കിട്ടുന്ന ആൻസർ ഇൻറ്റു 10 ചെയ്യും. ഒരു വർഷം 365 days. 10 yearsൽ 365. Sir, 73,000 years. 73,000 hours. 73,000. How much? 73,000. 20 years. 20 years, it's 73,000. 20 years, it's 73,000. 10 is 70,000. 70,000 hours നിങ്ങൾ സ്പെൻഡ്, 72,000 hours നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ അതിനകത്ത് ഹോളിഡേയ്സ് ഒക്കെ ഉണ്ട്, കുറച്ച് ഹോളിഡേയ്സ് നിങ്ങൾ വെക്കേഷൻ ഒക്കെ കൂട്ട്. എന്നാലും മിനിമം 50,000 hours നിങ്ങൾ ഏതായാലും എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യത്തില്ലേ? യെസ് ഓർ നോ? ഓക്കെ, 50,000 പ്ലസ് ഒരു 20,000 എക്സ്ട്രായും കിടപ്പുണ്ട് അവിടെ. ഓക്കെ, നിങ്ങൾ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഈ സോഫ്റ്റ് സ്കില്ലിന് വേണ്ടി എവിടെയെങ്കിലും നിങ്ങൾ ടൈം വെച്ചിട്ടുണ്ടോ? ഈ അക്കാഡമിക്സിനകത്ത് ഇതൊന്നും എങ്ങും പഠിപ്പിക്കുന്നില്ല. പക്ഷെ നിങ്ങളെ റേറ്റ് ചെയ്യുന്നത്, ഒരു പേഴ്സണായിട്ട് റേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഈ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഒരു ക്വാളിറ്റി വെച്ചിട്ടാണ് നിങ്ങളെ അസസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിനെ കുറിച്ച് നല്ല ധാരണയാണ്, പക്ഷേ യു ഡോണ്ട് നോ ഹൗ ടു ബിഹേവ്. ഓഫീസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിനകത്തുള്ള എത്തിക്കറ്റ്സ് ഒന്നും അറിയത്തില്ല. ഓഫീസിൽ തന്നെ കുറേ അൺറിട്ടൺ റൂൾസ് ഉണ്ട്. ഇപ്പം നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പം ജോബിനിടയിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, അവിടെ ഇരുന്നുകൊണ്ട് വർത്തമാനം പറയാൻ പാടില്ല, അവിടെ നിന്നുകൊണ്ട് ഈ ജോബ് ചെയ്യുന്നിടത്ത് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ഓഫീസിലെ കാര്യങ്ങൾ പുറത്ത് നടന്ന് പറയുക, ഓഫീസിലെ കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ് ലീക്ക് ഔട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ബിഹേവിയർ ഒന്നും, ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ സ്കൂളിലോ കോളേജിലോ ആരും പഠിപ്പിച്ചു തരുന്നില്ല. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഈ 72,000 hours പ്ലസ് ഇനി എക്സ്ട്രാ കുറച്ച്, നിങ്ങളിപ്പോൾ ഡാൻസിനും പാട്ടിനും ഒക്കെ പോകുന്ന കുറച്ച് ടൈമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കൂടെ കൂട്ടിയാൽ 75,000 hours ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ 50,000 hours ഒക്കെ അക്കാഡമിക്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 25,000 hours ബാക്കിയില്ലേ? ശരിക്കും പറഞ്ഞാൽ 50-50 പോകേണ്ടതാണ്. അക്കാഡമിക്സ് 50, സോഫ്റ്റ് സ്കില്ലിന് വേണ്ടി 50, സോഫ്റ്റ് സ്കില്ലിന് വേണ്ടി 50 പോകേണ്ടതാണ്. അത് വേണ്ട, നമുക്കൊരു 25,000 hours എങ്കിലും ഈ സോഫ്റ്റ് സ്കില്ലിന് വേണ്ടി നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് വരുമ്പം ഒരു ടൈം കിട്ടത്തില്ലേ? അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഈ 100 AI ഉപയോഗിച്ചിട്ട് നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു 100 എണ്ണം സോഫ്റ്റ് സ്കില്ല് ഏതൊക്കെ ഡെവലപ്പ് ചെയ്യണം. അതായത് എക്സ്ട്രാ ഒരു ലാംഗ്വേജ് പഠിക്കണം, സ്റ്റേജ് ഫിയർ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം, സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്നതാണ്. ഓക്കെ, ഒരു നല്ല കരാട്ടയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക, ഡ്രൈവിങ് പഠിക്കുക, സ്വിമ്മിങ് പഠിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു നല്ല മൊബൈലിലെ ഫീച്ചേഴ്സ് മൊത്തം എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് പഠിക്കുക, സോഫ്റ്റ്വെയർസ് പഠിക്കുക, അങ്ങനെ പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഈ ടൈമിനെ
വളരെ ബ്രില്യൻ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? സോഫ്റ്റ് സ്കില്ലിന് വേണ്ടി സമയം കളയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒന്ന് പറഞ്ഞേ. ആരുമില്ല? അപ്പം അതല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ലൈഫിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മാറുന്ന ആൾക്കാരുടെ എല്ലാം സോഫ്റ്റ് സ്കിൽ ലെവൽ ഭയങ്കരമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിനു വേണ്ടി ആരും ട്രൈ ചെയ്യുന്നില്ല. ഒരു ടീച്ചറും പറഞ്ഞു തരത്തില്ല ഇതൊന്നും, ഒരു സ്കൂളിലും ഇത് പറഞ്ഞു തരത്തില്ല, ഒരു സിലബസിനകത്തും ഇല്ല. അപ്പം നമ്മളുടെ ഈ ഒരു ടീമിനകത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയിരുന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പം നമ്മളുടെ ട്രെയിനിങ് മെറ്റീരിയലിനകത്തുകൊണ്ട് സോഫ്റ്റ് സ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് അതൊന്നുമല്ല, നിങ്ങൾ സ്വയം കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങളൊരു ചാറ്റ് GPT അടുത്ത് ചോദിച്ചാൽ മതി, പ്ലീസ് ലിസ്റ്റ് 100 സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞപ്പം അതിങ്ങനെ നീട്ടി എഴുതും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചൂസ് ചെയ്യുക, ഒരു 25 എണ്ണം അല്ലെങ്കിൽ 50 എണ്ണം ചൂസ് ചെയ്തിട്ട് അടുത്ത 5 വർഷത്തിലേക്ക് ഇതിൽ ഏതൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്യാമെന്ന് ആക്കുക. എന്നിട്ട് അതിൽ ഓരോന്നിനും വേണ്ടി ടൈം അലോട്ട് ചെയ്യുക. ഇത്ര ടൈം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മന്ത്ലി ആക്കുക, വീക്ക്ലി ആക്കുക. ചിലത് വീക്ക്ലി ഒരു തവണ ചെയ്താൽ മതി, ചിലത് മന്ത്ലി ഒരു തവണ ചെയ്താൽ മതി, ചിലത് എല്ലാ ദിവസവും 10 മിനിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ഓരോ സോഫ്റ്റ് സ്കില്ലിന് വേണ്ടിയും ടൈം കണ്ടെത്തി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എക്സ്ട്രാ ടൈമൊന്നും വേണ്ട. ഇപ്പോൾ എക്സ്ട്രാ നിങ്ങൾ വേസ്റ്റ് ആക്കുന്ന കുറേ സമയമുണ്ട്, അത് മാത്രം ചെയ്താൽ തന്നെ നിങ്ങളുടെ ഈ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് വേറെ ലെവലിലേക്ക് പോകും. ഇതിൽ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ആരെങ്കിലും ഒരാൾ പറയുമോ വാട്ട് യു ആർ ഗോയിങ്? ഇപ്പോൾ ഇന്നത്തെ ഈ ലെസൺ വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് പോയിട്ട് ഒന്ന് പറയുമോ ആരെങ്കിലും ഒരാൾ? ഇപ്പോഴാണ് നമുക്ക് അറിയേണ്ടത് നിങ്ങൾ എത്ര പേര് പ്രൊയാക്റ്റീവായിട്ട് സംസാരിക്കുന്നു. ഇത് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്. പെട്ടെന്ന് അതിന് റെസ്പോണ്ട് ചെയ്യുക. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ദിസ് ഇസ് ദ ടൈം യു ക്യാൻ എന്താണ് ഷോ യുവർ ആ ഒരു ക്യാരക്ടർ കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. Sir, after this meeting, I would probably make a list or make a plan on what to do about the soft skill. By what you said, I understood soft skill is an important major thing in our life. So I will make a plan on improving it day by day or week by week. അപ്പം നിങ്ങളുടെ ഗോൾ എന്താണ്? യു വാണ്ട് ടു ബി എ ബെറ്റർ പേഴ്സൺ, റൈറ്റ് അല്ലേ? ഇന്ന് എല്ലാവർക്കും ഇന്നിപ്പം നിങ്ങളെക്കുറിച്ച് വാട്ട് ഈസ് യുവർ നിങ്ങളുടെ ഒരു ക്യാരക്ടറിനായിക്കോട്ടെ, നിങ്ങളുടെ നോളജ് എല്ലാത്തിനോട് ചേർത്തൊരു മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 യുവർ ടുഡേയ്സ് മാർക്ക് ഈസ് 55. ബട്ട് നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് 55 ബിക്കം 56 ടുമോറോ, റൈറ്റ്? അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് അത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്കിപ്പം കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഒറ്റ ദിവസം കൊണ്ട് കിട്ടും, ഇല്ലല്ലോ. യു നീഡ് ടു പ്രാക്ടീസ് ഇറ്റ് ഫോർ ഇയേഴ്സ്. നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിനകത്ത് കയറിയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കണം എന്ന് ചോദിച്ചാൽ നടക്കില്ല. ദ ഡേ യു സ്റ്റാർട്ടഡ് ലേണിംഗ് ഇംഗ്ലീഷ് ഇവിടുന്ന് ചിലപ്പം 3 ഇയേഴ്സ് കൊണ്ടായിരിക്കും നിങ്ങൾ നന്നായിട്ട് അതിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ യു ഡിസൈഡ് ഞാനൊരു എക്സ്ട്രാ ലാംഗ്വേജ് പഠിക്കുകയാണ്. മേ ബി ഇറ്റ് ക്യാൻ ബി ജാപ്പനീസ്, ഇറ്റ് ക്യാൻ ബി റഷ്യൻ. ഒരു ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുകയാണ്. ബട്ട് വിത്തിൻ 3 ഇയേഴ്സ് യു ആർ ക്വൈറ്റ് ഗുഡ് ഇൻ ദാറ്റ് ലാംഗ്വേജ്. അപ്പോൾ അത് നിങ്ങളുടെ പാഷനായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നാളെ ഒരു പക്ഷേ ജാപ്പനീസ് ഏതെങ്കിലും വലിയൊരു കമ്പനിയിൽ നോക്കുമ്പോൾ ഒരു ഇന്ത്യൻ ബോയ്, ഹീസ് ആൻ എഞ്ചിനീയർ, ബട്ട് ഹീ ടോക്സ് വെരി ഫ്ലുവൻറ്റ് വിത്ത് പാഷൻ, ഹീ ഈസ് ടോക്കിംഗ് ഇൻ ജാപ്പനീസ്. ദേ ഇമ്മീഡിയറ്റ്ലി ടേക്ക് യു. നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് പേഴ്സണായിട്ട് ചിലപ്പോൾ നിങ്ങൾ മാറിയെന്നിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ജോബ് ഹണ്ടിങ്ങിന് പോകുമ്പം യു കനോട്ട് ഡു ദീസ് തിങ്സ്. ഇത് അറ്റ് ദിസ് സ്റ്റേജ് ഇറ്റ് സെൽഫ് യു നീഡ് ടു സ്ലോലി അതൊരു പാഷൻ പോലെ വെറുതെ ഫ്രീ ടൈം കിട്ടുമ്പം ചെയ്താൽ മതി. ഇതൊക്കെ നിങ്ങൾ രാവിലെ സ്കൂളിലേക്ക് പോവുക, ബസ്സിൽ പോകുമ്പം വെറുതെ കുറേ ടൈം പോകുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഈ ഒരു ഇയർഫോണും വെച്ചുകൊണ്ട് ഈ ലാംഗ്വേജ് ലേണിംഗ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾ സ്കൂളിൽ ചെല്ലുന്ന കാര്യം പോലും നിങ്ങൾ അറിയത്തില്ല, അതേസമയം യു ആർ ലേണിംഗ് സംതിങ്, മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ഓരോ കാര്യത്തിനും ആ ടൈം നമ്മൾ വളരെ ബ്രില്യൻ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡെവലപ്പ് സോ മെനി സോഫ്റ്റ് സ്കിൽ. ഇത് അല്ലാതെ നെവർ എക്സ്പെക്ട് ദാറ്റ് യുവർ ടീച്ചർ വിൽ ടീച്ച് യു ഓർ യുവർ സ്കൂൾ വിൽ ടീച്ച് യു, ഈവൻ യുവർ പേരൻസ് ദേ ആർ നോട്ട് അവെയർ അബൌട്ട് ദിസ് വൺ. ഓക്കെ, അപ്പം എല്ലാവരും എന്താണ് ഇന്ന് പോയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ചാറ്റ് GPT എടുക്കുക, സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യുക, മനസ്സിലായില്ലേ? 100 എണ്ണം അത് ലിസ്റ്റ് ചെയ്യുക. അതിനകത്തുനിന്ന് കുറച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എടുത്തിട്ട് സ്റ്റാർട്ട് വിത്ത് ദാറ്റ് വൺ. ചെയ്യുമോ? ഞാൻ അടുത്ത തവണ വരുമ്പോൾ ചോദിക്കും എന്തൊക്കെ ചെയ്തു എന്ന്. ഓക്കെ, ഈ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ, പാഷൻ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. ഈ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ട ഒരു സാധനമാണ് നമ്മൾ ഈ ടാലൻറ്റ് ആൻഡ് പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതിനകം ടാലൻറ്റ് ആൻഡ് പാഷൻ ഐഡൻറ്റിഫൈ ചെയ്യാത്ത എത്ര പേരുണ്ട് ഇവിടെ? ആരെങ്കിലും ഉണ്ടോ?
നിങ്ങളുടെ ടാലന്റ് ആൻഡ് പാഷൻ. അത് നല്ല ഐഡന്റിഫൈ ചെയ്യാം. അപ്പം അത് ടാലന്റ് അറിയാം, പാഷൻ അറിയില്ല. പാഷൻ അറിയണമെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴാണ്. ഇപ്പം നിങ്ങളിപ്പോൾ 100 ഈ സോഫ്റ്റ് സ്കില്ല് തന്നെ എടുത്ത് 100 എണ്ണം ചെയ്ത് വരുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ചെയ്യാനായിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവിടേക്കാണ് അത് നിങ്ങളുടെ പാഷൻ. ആ പാഷൻ വരുമ്പോഴാണ് ഒരു ഹാപ്പിനെസ് മൂഡിലേക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഒരു ഹാപ്പിനെസ് എന്നുള്ളൊരു എലിമെൻറ്റ് കയറി വരും, മനസ്സിലായില്ലേ? അത് ചെയ്യാൻ ഒരു മടിയില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൈം പോകുന്നേ അറിയുന്നില്ല. യു ആർ സോ അതിനകത്ത് അങ്ങ് ഇമ്മേഴ്സ്ഡ് ആവും, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയാണ് ഒരു കാര്യത്തിൽ പാഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ബെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്. അതും ഈ ടാലൻറ്റ് ആൻഡ് പാഷൻ ഇക്കനോട്ട് ഒരു സുപ്രഭാതത്തിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ടാലൻറ്റ് തന്നെ ഓക്കെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് പറയാം ഐ ഗോട്ട് ടാലൻറ്റ് ഇൻ ദിസ് വൺ. അതൊന്നും അല്ല. ഇൻഡസ്ട്രി ഈസ് സോ ഓപ്പൺ. ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് അത് നാളെ തൗസൻഡ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് സർട്ടൺ ഇൻഡസ്ട്രിയിലേക്ക് പെർഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ടാലൻറ്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്നറിയുന്നതനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ കരിയർ ഡിസൈൻ കറക്റ്റ് ആക്കേണ്ടത്. അല്ലാതെ എനിക്ക് പടം വരയ്ക്കാൻ കഴിവുണ്ട്, നന്നായിട്ട് മറ്റുള്ളവരെക്കാളും നന്നായിട്ട് ഞാൻ പടം വരയ്ക്കും, ഉടനെ നിങ്ങളുടെ ടാലൻറ്റ് അതാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിലേക്കാണ് ഇറങ്ങുന്നത്. അതൊന്നുമല്ല. അത് നിങ്ങൾക്കൊക്കെ അതിപ്പോൾ എല്ലാവർക്കും ഒരു ബേസിക് കുറച്ച് ടാലൻ്റ് ഉണ്ടാവും. അതൊന്നുമല്ല. നിങ്ങൾ നാളെ ജോയിൻ ചെയ്യേണ്ട ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം ഉണ്ടാവണം. അപ്പോൾ ആദ്യം അതിന് ഏതൊക്കെ ഇൻഡസ്ട്രി ഉണ്ടെന്നറിയണം, അവിടെ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നറിയണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നവർ സാധാരണ ക്രിക്കറ്റ് കളി മാത്രമേ പറയൂ. പക്ഷേ ക്രിക്കറ്റിനെ ഒരു പ്രൊഫഷനായിട്ട് കാണുന്നവർ ഈ ക്രിക്കറ്റിനുമായി ബന്ധപ്പെട്ട് ഹൺഡ്രഡ്സ് ഓഫ് അതർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ക്രിക്കറ്റിനോടുള്ള പാഷൻ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ ഒരു ആർക്കിടെക്റ്റ് ആവാം. എങ്ങനെ? ക്രിക്കറ്റിൻ്റെ സ്റ്റേഡിയംസ് ഡിസൈൻ ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റ്. അത് ഒരു പാഷൻ ഉള്ളപ്പോഴാണ് നമ്മൾ ആ സ്റ്റേഡിയം പണിയുമ്പോൾ അതേപോലെ നന്നായിട്ട് ചെയ്യുന്നത്. ചിലപ്പം ക്രിക്കറ്റിൻ്റെ പിച്ച് ഉണ്ടാക്കുന്ന ഒരു ജോബ്, അത് ക്രിക്കറ്റിനോട് താല്പര്യമുള്ള ഒരാളെ അത് ചെയ്യത്തുള്ളൂ. ക്രിക്കറ്റിൻ്റെ പിച്ച് ഉണ്ടാക്കുന്ന അതൊരു വലിയ മാർക്കറ്റാണ് ആക്ച്വലി. കാര്യം ഹൺഡ്രഡ്സ് ഓഫ് പിച്ചസ് ഇവിടെ ഇന്ത്യയിൽ ചെയ്യേണ്ടി വരും. ആ ഓരോ പിച്ച് ചെയ്യുന്നതിനും അതിനകത്ത് ഒരുപാട് കാര്യം അറിയണം. അത് ആ പിച്ച് എങ്ങനെ ഉണ്ടാക്കണം, അതിനകത്ത് എന്ത് സോയിൽ ഉപയോഗിക്കണം, അതെങ്ങനെയാണ് ലേ ചെയ്യേണ്ടത്, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു ഫീൽഡാണ്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ നാളെ ക്രിക്കറ്റിനകത്ത് നിങ്ങൾക്ക് പാഷൻ വരുമ്പം അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് ഏതൊക്കെ ഇൻഡസ്ട്രി ഉണ്ട്. ഇപ്പോൾ അതിനകത്ത് ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഇപ്പോൾ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ ഒരുപാട് ഫീൽഡുണ്ട്. പക്ഷേ ക്രിക്കറ്റിനകത്ത് പ്ലെയേഴ്സിനെ നോക്കുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ ഫീൽഡ് വേറെയാണ്. അപ്പോൾ അതിനകത്ത് ക്രിക്കറ്റിനോട് പാഷനും ഉണ്ടാവണം, മെഡിക്കൽ പാഷൻ ഉണ്ടാവണം. ഇത് തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷനാണ് അവിടെ വരുന്നത്. അപ്പം ക്രിക്കറ്റിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആകും. കാര്യം ക്രിക്കറ്റിലെ പ്ലെയേഴ്സിന് ഉണ്ടാകാവുന്ന ചില ഡാമേജസ് ഉണ്ട്. അത് ഫുട്ബോളിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് പോലെ അല്ല ക്രിക്കറ്റിലെ ഫിസിയോതെറാപ്പിസ്റ്റ്. ഫുട്ബോൾ കളിക്കുന്നവർക്കുണ്ടാകുന്ന ഡാമേജുകൾ, അത് മുട്ടും കാര്യങ്ങളൊക്കെ അത് ഡിഫറെൻ്റ് ആണ്. ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് അവർക്ക് ഷോൾഡറിൽ, അവരുടെ റിസ്റ്റിൽ, ഇവരൊക്കെയാണ് അവർക്ക് കൂടുതൽ ഡാമേജ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫിസിയോതെറാപ്പിയാണ് ആ ഫിസിയോതെറാപ്പിസ്റ്റ് നോക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ബോഡി മെയിൻ്റനൻസ് രണ്ട് രീതിയിലാണ്. അപ്പം അതിനനുസരിച്ച് സ്പെഷ്യലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് മെല്ലെ മെല്ലെ നമ്മൾ ഒന്നിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു ഇൻഡസ്ട്രി ഓപ്പൺ ആവും. ആ ഇൻഡസ്ട്രിക്കകത്ത് എവിടെ നമുക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മെല്ലെ അറിയാൻ പറ്റും. അത് ഇപ്പം നിങ്ങൾ വിഷമിക്കേണ്ട, യു ആർ ടു യങ്. മെല്ലെ അതിനകത്തേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് ഡോണ്ട് വറി. നിങ്ങൾ ഇതിൽ നോക്കുക. നമ്മളുടെ ഇന്ന് പറഞ്ഞ സോഫ്റ്റ് സ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. കാര്യം ടുഡേ വെൻ വി സ്റ്റാർട്ടഡ് ദ ക്ലാസ് യു ഹാഡ് അബ്സല്യൂട്ട്ലി നോ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് സോഫ്റ്റ് സ്കിൽ, ശരിയല്ലേ? ഇപ്പം യു ഗോട്ട് എൻ ഐഡിയ വാട്ട് ഈസ് സോഫ്റ്റ് സ്കിൽ. അതെങ്ങനെ കണ്ടുപിടിക്കാം, അതിലേക്ക് എങ്ങനെ പോകാമെന്നുള്ള ഒരു ഐഡിയ കിട്ടിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ, ഈ കരിയർ ഡിസൈൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സാണിത്. ഇന്ന് നിങ്ങൾ വേറൊരു ഡിഫറെൻറ്റ് സ്റ്റെപ്പിൽ കയറിയേക്കുകയാണ്. ആക്ച്വലി ഇന്നത്തെ ലെസൺ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു സ്കൂളിലും ഒരു ടീച്ചറും പറഞ്ഞു തരുന്ന കാര്യമല്ല ഇതൊക്കെ, മനസ്സിലായില്ലേ? ഇത് നമ്മളുടെ അക്കാഡമിക് സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും വലിയ ഡെഫിഷ്യൻസിയാണ്. അൺഫോർച്ചുനേറ്റ്ലി വാട്ട് ഈസ് സോഫ്റ്റ് സ്കിൽ എന്ന് പോലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്ത ഒരു സിസ്റ്റമാണ്. അവിടെയാണ് യു ആർ സോ ലക്കി ദാറ്റ് യു ആർ അറ്റൻഡിങ് ദിസ് സെഷൻ. ആക്ച്വലി നാളെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് യു ഷുഡ് ടെൽ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ, മനസ്സിലായില്ലേ? കാര്യം ഫ്രണ്ട്സ് ഓൾസോ ജോയിനിങ് യു ഇൻ യുവർ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവരോട് ജോയിൻ ചെയ്യുമ്പം യു ആർ മോർ ഇൻട്രസ്റ്റഡ്. നിങ്ങൾക്ക് കൂടുതൽ കാര്യം നമുക്ക് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ ഒരു കോമ്പറ്റീഷൻ ആവണമെന്നില്ല. നിങ്ങളുടെ കൂടെ അതേ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേരുടെ വരുമ്പോഴത്തേക്ക് ആ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിട്ട് മാറും. ഇനി ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ വാട്ട് ടുഡേയ്സ് ഇന്നത്തെ ഈ ലെസൺ വെച്ചിട്ട് ഒരു ടേക്ക് അവേ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം പറയും. കാര്യം ഐ എം ജസ്റ്റ് ആസ്കിങ് യു, നിങ്ങളെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആക്ച്വലി. ഞാൻ ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ChatGPT അടുത്ത് 100
സ്കിൽസിനെ കുറിച്ച് ചോദിക്കും. അതിൽ Yeah. എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയതും എനിക്ക് ഇല്ലാന്ന് തോന്നുന്നതും ഞാൻ നോട്ട് ചെയ്തെടുക്കും. Okay. എന്നിട്ട് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴോ ഞാൻ ടൈം മാനേജ് ചെയ്ത് വയ്ക്കും ഈ സോഫ്റ്റ് സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാൻ. Okay. ഞാൻ ചെയ്ത് എടുക്കും അടുത്ത ആ സെഗ്മെന്റ്. പേരൻസിനോട് എന്ത് പറയും നിങ്ങൾ ഇന്ന് പോയി തിരിച്ചിട്ട്? നമ്മളെ റേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. നമ്മൾ എന്നെ എങ്ങനെയുണ്ട്, എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ, എന്തൊക്കെയാണ് ഞാൻ ഇനി എടുക്കണ്ടേ, ഏതൊക്കെ സോഫ്റ്റ് സ്കിൽസ് ആണ് ഞാൻ ഇനി പഠിക്കണ്ടേ, പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറയാം. ഇപ്പം നമുക്കൊരു 10 മിനിറ്റ് കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മളുടെയൊക്കെ ഇപ്പം ഇന്നിപ്പോൾ ആണല്ലോ കുറച്ച് പേര് ഇതുവരെ സംസാരിക്കാത്തവരൊക്കെ സംസാരിച്ചു തുടങ്ങി. ഇതൊരു വലിയ ക്വാളിറ്റിയാണ്. വെൻ യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി, ആ റിലാക്റ്റൻസി മാറ്റണം. മനസ്സിലായില്ലേ? ഇതാണ് ആദ്യം നിങ്ങൾ സ്റ്റേജ് ഫിയർ മാറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് പബ്ലിക് സ്പീക്കിങ്ങിനുള്ള ട്രെയിനിങ് കോഴ്സസ് ഉണ്ട്, ചിലത് ആപ്സ് ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ ഈ പബ്ലിക് സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഗ്രൂപ്പ്സിനകത്ത് പോകുന്നവരുണ്ടോ? ഇത് ആരുമില്ല. അപ്പോൾ ഓക്കെ, അത് നിങ്ങളുടെ പേരൻസിൻ്റെ ഇത് പറയുക. നിങ്ങൾ പറയുക ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ പബ്ലിക് സ്പീക്കിംഗ് എബിലിറ്റി കൂട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ ChatGPT എടുത്ത് പറയുക ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് പബ്ലിക് സ്പീക്കിംഗ് എങ്ങനെയൊക്കെ. അപ്പം അതിനകത്ത് ചില ആപ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി മൊബൈൽ തന്നെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് ഈ മൊബൈലിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളുടെ ആ ഒരു ഇനേർഷ്യ ഉണ്ട്, ഈ സംസാരിക്കാനുള്ള മടിയില്ല, അതൊക്കെ അങ്ങോട്ട് മാറും. അപ്പം ഞാനൊക്കെ സ്കൂളിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും തന്നെ ഞാൻ സ്കൂളിലെ ഡ്രാമാസിനകത്തൊക്കെ കയറി. കാരണം ഈ ഡ്രാമയിലൊക്കെ പോകുമ്പോഴുള്ള ഗുണം നമുക്ക് സ്റ്റേജിൽ പോയിട്ട് ഡയലോഗ് പഠിച്ചിട്ട് ഡെലിവറി ചെയ്യണം. അപ്പം നമ്മളിങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പം ഡയലോഗ് മറക്കുമോ അങ്ങനെയൊക്കെയുള്ള കുറേ ഫിയർ ഉണ്ടാവും ഇനിഷ്യലി. അതൊക്കെ നമ്മൾ മാറും. അതുപോലെ ആൾക്കാർ നമ്മുടെ ഫേസിലേക്ക് നോക്കുമ്പം നമുക്ക് ഒരു ഡയലോഗ് വരുമോ ഇല്ല, ഒരു ടെൻഷനുണ്ട്. ഇതൊക്കെ 1-2 തവണ നമ്മൾ ഡെലിവറി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഫിയറൊക്കെ പോയിട്ട് പിന്നെ എപ്പം കിട്ടിയാലും ഒരു മൈക്ക് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മൈക്ക് എടുക്കും, സംസാരിക്കും. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും മടിയുണ്ട്, എനിക്കിപ്പോൾ ഐ ക്യാൻ ടോക്ക് ടു യു ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ്. ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ വെറുതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വെറുതെ സംസാരിക്കുക. ഏത് സബ്ജക്റ്റ് കിട്ടിയാലും ഐ ക്യാൻ ടോക്ക് ഫോർ 5 മിനിറ്റ്സ് എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളൊരു നല്ലൊരു പബ്ലിക് സ്പീക്കറായിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? എവിടെ കൊണ്ട് തിരുത്തിയിട്ടും ഏത് സബ്ജക്റ്റ് എടുത്ത് തരിക. അപ്പം ഓക്കെ, ഐ വിൽ സി. ഏത് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ചില സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഉടനെ എന്ത് പറയണ്ടേ, അവിടെ വന്നിട്ട് അവിടെ ഒരിടത്തും തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വഴിയിലേക്ക് അതിനെ കൊണ്ടുവരിക. അപ്പം നിങ്ങൾ തന്നെ പറയുക ഓക്കെ, ഒരു തീരെ എക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പുള്ളി ഉടനെ നിങ്ങൾ ചെന്ന് പറയേണ്ടത് എന്താണ്? നിങ്ങൾ മിണ്ടാതിരിക്കല്ലേ വേണ്ട. ഹലോ, എനിക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റ് എക്സ് എന്നുള്ള സബ്ജക്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ സബ്ജക്റ്റ് കിട്ടിയപ്പോൾ ഞാൻ കരുതിയത് ഇത് ഇങ്ങനെ ഒരു കാര്യമായിരുന്നു പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരു കാര്യമായിരിക്കും പറയുന്നത്. അപ്പോൾ ഞാൻ അതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ജോബ് എന്താണ്? യു നീഡ് ടു അഡ്രസ് സമ്മൺ ഫോർ 5 മിനിറ്റ്സ്. അതിന് നിങ്ങൾക്കൊരു സബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ആ സബ്ജക്റ്റിൽ എവിടെയോ നിങ്ങൾ തുടങ്ങി, പക്ഷേ നിങ്ങൾക്കത് തീരെ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു സമയത്ത് നിങ്ങളയ്യോ എനിക്ക് ഐ ഡോണ്ട് നോ എനിത്തിങ് സോ ഹൗ ക്യാൻ ഐ ടോക്ക്. അതല്ല നിങ്ങൾക്ക് തന്നേക്കുന്ന. ഓക്കെ, നിങ്ങൾക്ക് 2 കാര്യം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സബ്ജക്റ്റ് അറിയാമായിരുന്നെങ്കിൽ വെരി ഗുഡ്, നിങ്ങൾക്ക് 5 മിനിറ്റ് അത് സംസാരിക്കായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ സബ്ജക്റ്റ്. പക്ഷേ നിങ്ങൾക്ക് 1 more അസൈൻമെൻറ്റ് ഈസ് ദർ, ദാറ്റ് ഈസ് യു നീഡ് ടു സ്പീക്ക് ഫോർ 5 മിനിറ്റ്സ്. അപ്പോൾ എന്താ മാർഗം? ഇതിന്ന് എവിടുന്നോ തുടങ്ങിയിട്ട് ഇതിനെ നമ്മൾ എങ്ങനെയോ കണക്ട് ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സംസാരിക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾ പറയുക ഞാൻ ഇത് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വന്നപ്പോൾ എനിക്ക് ഈ സബ്ജക്റ്റാണ് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. തുടക്കത്തിൽ അവസാനം മറ്റേത് കാര്യം പറയും, പക്ഷേ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ വേറൊരു കാര്യം കൊണ്ടുവന്ന് ഫില്ല് ചെയ്യും. ഇതാണ് നോർമലി ഒരു സ്പീച്ച് നടത്തുമ്പോൾ ഉള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ കാണേണ്ടത്. അപ്പം ഇനി വേറെ എങ്ങും പോകണ്ട. നിങ്ങളുടെ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ChatGPT ആയിട്ട് അല്ലെങ്കിൽ AI ടൂൾസ് ഒരുപാടുണ്ട്. ഇപ്പം AI ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു TV ഇൻ്റർവ്യൂ പോലെ ആയിരിക്കും. ഇറ്റ് വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ, യു വിൽ ആൻസർ. ഓക്കെ, അപ്പോൾ ലൈക്ക് ദാറ്റ് നിങ്ങൾ ഒരു ഒബ്ജക്റ്റിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് യു ക്യാൻ ടോക്ക് ഫോർ അൺലിമിറ്റഡ് ടൈം. അതാണ് ഒരു നല്ലൊരു സ്പീക്കർക്ക് വേണ്ടത്. അപ്പം സ്പീക്കറായിട്ട് വരുന്ന ഒരാൾ ഒരു ഫ്രണ്ടിൽ മൈക്ക് ഉണ്ടാവും, ചിലപ്പം കോളർ മൈക്ക് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ യു ഡോണ്ട് ഫീൽ ലൈക്ക് പീപ്പിൾ ആർ ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾ ഒരു ജസ്റ്റ് ഓപ്പൺ സ്പേസിലേക്ക് നോക്കിയിട്ട് ടോക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് വരും. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മെനി പ്ലേസസ് ഇൻ ഫ്യൂച്ചർ ഇൻ ദ ഇൻഡസ്ട്രി എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. ഒരു ടീം ലീഡർ ആവാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങൾക്കങ്ങ് അകത്തുനിന്ന് ആരോ ഇത് വേണ്ട എന്നിങ്ങനെ പറയും, അത് പാടില്ല. അപ്പം നല്ലൊരു ടീം ലീഡർ ആയാൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് നാളെ ഒരു മാനേജർ ആകാൻ പറ്റത്തുള്ളൂ. ഒരു മാനേജറുടെ കീഴിലാണ് ഒരുപാട് എംപ്ലോയീസ് വരുന്നത്.
അപ്പോൾ നല്ലൊരു മാനേജർക്ക് വേണ്ടി മാറണമെങ്കിൽ യു നീഡ് ടു അഡ്രസ് ദം. അത് നിങ്ങൾ നാളെ ഞാൻ മാനേജറായിട്ട് ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിന് യു നീഡ് ടു ഇപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നാൽ മാത്രമേ നാളെ നിങ്ങൾ പോയി ജോയിൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ അവർ നിങ്ങളെ മാനേജറാക്കത്തുള്ളൂ. കാര്യം തീരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത, തീരെ ലീഡർഷിപ്പ് സ്കില്ലില്ലാത്ത ഒരാളെ പിടിച്ച് ആരെങ്കിലും മാനേജറാക്കുമോ? ഇല്ലല്ലോ, അതൊരിക്കലും ആകത്തില്ല. അപ്പം ഇത് ഡെവലപ്പ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമാണ്. കാര്യം ഇത് അക്കാഡമിക്സിൽ പരീക്ഷയ്ക്ക് എക്സാമിനില്ലാത്തതുകൊണ്ട് ടീച്ചർ പഠിപ്പിക്കില്ല, അത് സിലബസിനകത്തില്ല. അപ്പം ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ മാർക്ക് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങും എത്തത്തില്ല. ഇനി അത് അടുത്ത ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇൻഡസ്ട്രിയിൽ പറയാം. അതായത് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്. നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു. അതിപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരും ലൈഫിൽ പല പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, നല്ലൊരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത്. പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ കുറേ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇഫ് യു ഹാവ് എ പ്രോബ്ലം, ദർ ഇസ് എ സൊല്യൂഷൻ. അത് ആ മാറ്റർ ക്ലോസ് ചെയ്യണം. അതിന് പ്രോബ്ലം ആവണമെന്നില്ല. നിങ്ങളെ ഒരു ജോബ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ യു നീഡ് ടു ക്ലോസ് ദ ജോബ്. അതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. അതല്ലാതെ ഓരോ തവണയും അയ്യോ എൻ്റെ അടുത്ത് എനിക്ക് അറിയില്ലായിരുന്നു, അത് പറഞ്ഞില്ലായിരുന്നു. നിങ്ങൾക്കൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം നോ വൺ ഈസ് എക്സ്പ്ലെയിനിങ് യു എവരിതിങ്, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു ജോബ് കിട്ടി, നിങ്ങളുടെ ജോബ് നിങ്ങൾക്ക് ടാർഗറ്റ് തന്നില്ലെങ്കിലും ഐ നീഡ് ടു ഫിനിഷ് ഇറ്റ്. നിങ്ങൾ നിങ്ങളുടേതായ ടൈം സെറ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് തീർക്കുക, അത് ക്വാളിറ്റിയിൽ തീർക്കുക. ബട്ട് ഐ നീഡ് ടു ക്ലോസ് ദ മാറ്റർ. ഒരു ഇഷ്യൂ ഓപ്പൺ ആക്കി അവിടെ ഒരിക്കലും വെക്കരുത്. എവിടെ ചെന്ന് കഴിഞ്ഞാലും അതാണ് ഇൻഡസ്ട്രിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ മുന്നിൽ ഏത് അസൈൻമെൻറ്റ്, ഏത് പ്രോബ്ലം എന്ത് വന്നു കഴിഞ്ഞാലും യു നീഡ് ടു ക്ലോസ് ഇറ്റ്. അത് നോർമലി ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ ഏരിയസിലൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ക്ലോസ് ദ മാറ്റർ ഇൻ 24 hours നമ്മൾ പറയുന്നത്. നമ്മൾ 24 hours സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്ന് രാവിലെ വന്നപ്പോൾ നമുക്കൊരു ജോബ്, ഒരു ടാർഗറ്റ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ യു നീഡ് ടു ക്ലോസ് ഇറ്റ്. അല്ലാതെ അത് പകുതിയാക്കി വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ് 1 hour. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ ജോബ് ഞാൻ അസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3-4 ഡേയ്സിന് മുമ്പല്ലേ അനൗൺസ് ചെയ്തേക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓപ്പൺഡ് എ ജോബ്. അത് എനിക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇന്ന് ഐ ഷുഡ് കം ഹിയർ, ഐ ഷുഡ് അഡ്രസ് യു. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സീല് ചെയ്ത് ഇതൊരു കണ്ടൻ്റ് ആക്കി മാറ്റുമ്പോഴേ ഈ മാറ്റർ ക്ലോസ് ആവത്തുള്ളൂ. അല്ലാതെ ഞാൻ വെറുതെ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടൊക്കെ നമ്മളൊരു ക്ലാസ് എടുക്കുമെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ജോബ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണം. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ സ്റ്റുഡൻസ് ഷുഡ് അറ്റൻഡ്. ഇത് യൂസ്ഫുൾ ആവണമെങ്കിൽ എന്താണ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വെച്ചിട്ട് നിങ്ങളുടെ കരിയറിനകത്ത് നിങ്ങൾ ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റിയാൽ ഇന്നത്തെ നമ്മുടെ സെഷൻ കൊണ്ട് ഗുണമുണ്ട്. അല്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം, ഐ ആം വേസ്റ്റിംഗ് മൈ ടൈം. ശരിയല്ലേ? അപ്പം സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന കാര്യം ഇന്നത്തെ നിങ്ങളുടെ കൺക്ലൂഷൻ ഇതായിരിക്കണം. എവിടെ പോയാലും മനസ്സിലാക്കുക, ആക്ച്വലി സ്കില്ല് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സംടൈംസ് സ്കില്ലിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം സ്കില്ലെന്നുള്ള കാര്യം നിങ്ങളിപ്പം നാളെ റിട്ടയർ ചെയ്യുകയാണ്. ചിലരൊക്കെ ഇപ്പം മറൈൻ എഞ്ചിനീയേഴ്സ് ആയിട്ട് പോകുന്നവരൊക്കെ ഒരു 35-40 years ആകുമ്പോഴത്തേക്ക് ദേ റിട്ടയർ ആൻഡ് ദേ കം ബാക്ക് ആൻഡ് റിലാക്സ് ലൈഫ്. ഈ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന കാര്യം അത് കഴിഞ്ഞ് നമുക്ക് ലൈഫ് ലോങ് ആവശ്യമുള്ളൊരു സാധനമാണ്. സ്കില്ലെന്ന് പറയുന്ന കാര്യം നിങ്ങൾ ജോബ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. ദാറ്റ് വേ സോഫ്റ്റ് സ്കിൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്കിൽ. കാര്യം സോഫ്റ്റ് സ്കില്ല് നന്നായിട്ടുള്ള ഒരാൾക്ക് നിങ്ങൾ ഈ അക്കാഡമിക്സിൽ വെച്ചിട്ട് ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്തില്ലെങ്കിലും സോഫ്റ്റ് സ്കില്ല് നിങ്ങൾ പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് അറിയാം, നല്ല ലീഡറാണ്, ഏത് ടാർഗറ്റ് മീറ്റ് ചെയ്യും, എല്ലായിടവും നിങ്ങൾ ബാക്കി എല്ലാത്തിലും നമ്പർ 1 ആണ്. പക്ഷേ പരീക്ഷയ്ക്ക് വരുമ്പോൾ യു ആർ ബിഗ് 0. ജസ്റ്റ് ഇമാജിൻ. പക്ഷേ ഇൻഡസ്ട്രിയിൽ വരുമ്പം ദീസ് പീപ്പിൾ വിൽ എക്സൽ. കാര്യം നിങ്ങൾക്ക് യു ആർ ഓൾറെഡി എ ലീഡർ. നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ഒരു കമ്പനി പറയുക, ഓക്കെ ഹീ ഈസ് വെരി ഗുഡ്. അവൻ്റെ നമ്മളിപ്പോൾ ഏരിയസിലൊന്നും വി നെവർ ലുക്ക് ഇൻ ടു ദ അക്കാഡമിക് സ്കോറിലേ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ വേണ്ട നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ്. നിങ്ങൾക്കൊരു ജോബ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബേസിക് ട്രെയിനിങ് തരും. ഞങ്ങൾക്ക് ഏരിയസിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ജോബ് ചെയ്യാൻ ഞങ്ങൾക്ക് 6 മാസം ട്രെയിനിങ് കൊടുത്താൽ മതി ഒരാൾക്ക്. അത് കഴിഞ്ഞാൽ ഈ ലീഡർഷിപ്സ്, ഈ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്ത ഒരാളാണെങ്കിൽ ഹീ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പോലും കുട്ടികൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു അക്കാഡമിക് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് അക്കാഡമിക്സിൻ്റെ പാർട്ടല്ല, ആരും പഠിപ്പിക്കുന്നില്ല, ടീച്ചേഴ്സിന് ഇതിനെക്കുറിച്ച് ധാരണയില്ല, ഈ പേരൻസിന് ധാരണയില്ല. അപ്പോൾ ഇനിയും ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇത് യു നീഡ് ടു ഡെവലപ്പ് യുവർ സെൽഫ്. അതുകൊണ്ട് ഇന്ന് പോയിട്ട് സോഫ്റ്റ് സ്കിൽ എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ദാറ്റ് ഈസ് നോട്ട് അതൊരു ചെറിയൊരു ക്രിസ്പി ഒരു ക്യാപ്സ്യൂൾ മാത്രമാണ്. വാട്ട് ഈസ് സോഫ്റ്റ് സ്കിൽ എന്നുള്ളത് റിയൽ നിങ്ങളുടെ തലയിൽ കയറണമെങ്കിൽ യു നീഡ് ടു ടേക്ക്
എന്താണ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, ചാറ്റ് GPT ചോദിക്കുക, ഇതൊക്കെ ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസ് വെൻ യു ആസ്ക് യുവർ ഓൺ. അപ്പോഴത്തേക്ക് ഈ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഡിഫറെൻറ്റ് ഡെപ്തിലേക്ക് പോകും. അത് വെച്ചിട്ടൊരു 100 എണ്ണം അങ്ങനെ ലിസ്റ്റ് ചെയ്യുക. 100 നിങ്ങൾക്ക് 200 എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം സോഫ്റ്റ് സ്കില്ലിൻ്റെ. തൽക്കാലം 100 ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. സോഫ്റ്റ് സ്കില്ലിനകത്ത് ഈ ലോട്ടറി അടിക്കുന്ന പോലെ അല്ല. അതിനെക്കുറിച്ച് ടിപ്പ് കിട്ടിയത് കൊണ്ട് സോഫ്റ്റ് സ്കിൽ യു ക്യാൻ നെവർ എവർ ഡെവലപ്പ്. കാര്യം ഇപ്പം IQ ആൻഡ് EQ എന്ന് പറയും. ഇപ്പം എല്ലാവരും പറയും എല്ലാ കുട്ടികൾക്കും ഒരു IQ ഉണ്ട്, അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നുമല്ല. IQ യു ക്യാൻ ഡെവലപ്പ്. നിങ്ങളുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അത് ചാറ്റ് GPT ചോദിക്കുമ്പോൾ തന്നെ പറയും, ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് മൈ IQ എന്ന് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഈവൻ ചില ഫുഡ് ഹാബിറ്റ്സ് വരെ മാറ്റുമ്പോൾ, കാര്യം omega-3 ഒക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ സ്റ്റിമുലേഷൻ കൂടുമെന്നാണ് പറയുന്നത്. അപ്പം ഇതനുസരിച്ചിട്ട് വേണം ഈ IQ കൂട്ടാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പിന്നെ റെഗുലറായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട്. എങ്ങനെ IQ മെഷർ ചെയ്യാവുന്നതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലിൻ്റെ ഭാഗമാണ്. അല്ലാതെ സ്കൂളിൽ പോയി പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് IQ ഒന്നും കിട്ടത്തില്ല. IQ പഠിക്കുന്ന സബ്ജക്റ്റും ഇല്ല. ഇനി അടുത്തത് ഇമോഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. EQ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഒരുപാട് കുട്ടികൾക്കുള്ള പ്രോബ്ലമാണ്, അവർക്ക് ബാക്കി എല്ലാം ഉണ്ടാകും, പക്ഷേ ഒരു ഇമോഷണൽ ക്വസ്റ്റ്യൻ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരുവിധ ഇമോഷൻസും ഇല്ല. ആരോടും ഒരു എമ്പതി എന്ന് പറയുന്നൊരു കാര്യമില്ല, സിമ്പതി ഇല്ല, എമ്പതി ഇല്ല, ഒന്നുമില്ല. ഒരു നല്ല സോഷ്യൽ ബീയിങ്ങിന് വേണ്ടത് യു ഷുഡ് ബി സിമ്പത്തറ്റിക്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു ദുഃഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫീൽ കിട്ടണം. യു ഷുഡ് ഓൾസോ ഫീൽ ഓക്കെ ഹിസ് പ്രോബ്ലം ഈസ് മൈ പ്രോബ്ലം ഓൾസോ, ഐ ഷുഡ് പുള്ളിയെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു തോന്നൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ EQ ലെവൽ മാറണം. അതിനും ഹൗ ടു ഇംപ്രൂവ് ഒരു EQ എന്നുള്ളതും നിങ്ങൾക്ക് സ്വയം പഠിക്കേണ്ടതാണ്. അല്ലാതെ നോ വൺ വിൽ കം ആൻഡ് ട്രെയിൻ യു. ഗോട്ട് ദ പോയിന്റ്? Okay, we have 5 minutes more. Any doubt? You just ask, then we will. ഇന്നത്തേക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. Sir, I have a doubt. ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് അല്ല. എങ്ങനെ? ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് അല്ല. പറയൂ. സർ, ഈ കമ്പനിക്ക് ഏരീസ് എന്ന് പേരിടാനുള്ള കാരണം എന്താണ്? ഏരീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ സൈൻ ആണ് ആക്ച്വലി. ഈ അസ്ട്രോളജിയുടെ ഭാഗമായിട്ടാണ്. അത് ഇന്ത്യൻ അസ്ട്രോളജിയുടെ ഇതല്ല. ഏരീസ് വെസ്റ്റേൺ ഇതിലാണ് ഏരീസ് വരുന്നത്. എൻ്റെ വൈഫ് ഒരു ഭയങ്കര അസ്ട്രോളജിക്കകത്ത് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? അപ്പം വെൻ യു സ്റ്റാർട്ട് എ കമ്പനി, വെൻ യു ആർ മാരീഡ്, ആക്ച്വലി യുവർ വൈഫ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് യുവർ വെഞ്ചർ, റൈറ്റ്? ഷീ ഈസ് ഓൾസോ എ പാർട്ണർ ഇൻ യുവർ ബിസിനസ്. സോ ഐ സ്റ്റാർട്ടഡ് ഏരീസ് on March 28, 1998. March 28 is my birthday. So naturally my star sign is Aries. So my birthday is on March 28. So we were looking for a name. So that's why I had to respect my wife. കാര്യം തുടങ്ങുന്ന ഒരു ഡേറ്റ് നോക്കിയപ്പം കഴിയാണ് അതിൻ്റെ ടൈം നോക്കുന്നത്, അസ്ട്രോളജറെ വിളിക്കുന്നതും ഒക്കെ. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദീസ് തിങ്സ്, ബട്ട് ഷീ ബിലീവ്സ്. സോ ഐ നീഡ് ടു റെസ്പെക്ട്. സോ we are looking into several names. So I thought, okay, since it is starting, it is a starting date അങ്ങനെ ആയതുകൊണ്ട് we put it. That's all. Okay. Any other question? Okay, guys. ഈ മാസം വല്ല കോമ്പറ്റീഷൻ ഉണ്ടോ? ഇനി ചെക്ക് ലിസ്റ്റ് പോലെ വല്ല എനി അതർ കോമ്പറ്റീഷൻ? യെസ് സർ, നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ പോലെ കോമ്പറ്റീഷൻ പോലെ പ്ലാൻ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് കുറച്ച്. ഇനി ഒന്നും ഇല്ലെങ്കിലും സോഫ്റ്റ് സ്കില്ലിനെ കുറിച്ച് ബേസ് ചെയ്തിട്ട് ഒരെണ്ണം ചെയ്യും. മനസ്സിലായില്ലേ? അതിൻ്റെ സോഫ്റ്റ് സ്കിൽ പ്ലാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുക. കാര്യം ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ല. കാര്യം സ്കൂളിലൊന്നും ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ തന്നെ, കാര്യം നിങ്ങൾക്ക് ആ സോഫ്റ്റ് സ്കിൽ ബേസ് ആയിട്ട് നല്ലൊരു കരിക്കുലം ഡിസൈൻ ചെയ്യാം ചാറ്റ് GPT ഉപയോഗിച്ച്, അല്ലേ? ഒരു 5 ഇയർ കൊണ്ട് ഈ സോഫ്റ്റ് സ്കില്ല് ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്ന ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നല്ല സാധനം ചെയ്യും. അതിൻ്റെ കോമ്പറ്റീഷൻ വെക്കൂ. ഷുവർ സർ, ഷുവർ. ഓക്കെ. എനിവേ, നൈസ് മീറ്റിംഗ്. See you next month.